ഗുഡ് മോർണിംഗ് എവരും. പ്രേസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമ്മളെ കാർണൽ ക്രിസ്ത്യൻ ആക്കുന്നതിന് വേണ്ടിയല്ല, ജഡത്തിൻ്റെ പരമായിട്ടുള്ള ക്രിസ്ത്യൻസ് ആക്കുന്നതിന് വേണ്ടി അല്ല നമ്മൾ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളാകുന്നതിന് വേണ്ടി, യേശുവിനെ പോലെ ആകുന്നതിന് വേണ്ടി, സൺസ് ഓഫ് ഗോഡ് ആകുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ മക്കളാകുന്നതിന് വേണ്ടി. അപ്പോൾ അതും മനസ്സിലാക്കിക്കൊണ്ടുള്ള ജീവിതമായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്, അല്ലേ? ഈ ലോകത്തിൽ കിട്ടിയിരിക്കുന്ന ജീവിതം വളരെയധികം ചെറുതാണെന്ന് മനസ്സിലാക്കുകയും ആ കുറഞ്ഞ സമയം നമുക്ക് കിട്ടിയിരിക്കുന്നതുകൊണ്ട് യേശുവിനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, അല്ലേ, എന്ന് വെച്ചാൽ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പോട് കൂടി തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ ഹിതവുമായിട്ട് അലൈൻ ചെയ്ത് നിർത്തുകയും ചെയ്യണം, അല്ലേ? ദൈവത്തിന്റെ വഴി കൂടെ നടക്കും, ദൈവത്തിന്റെ എന്താ പറയുക, വചനം അനുസരിക്കുകയും ചെയ്യണം. അല്ലാതെ ഈ ലോകത്തിൽ ജീവിക്കുന്ന രീതിയിലുള്ള ഒരു ഇനോ ഈ ലോകത്തിൽ തന്നെ ജീവിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള ബ്ലെസ്സിങ്സിനെ പറ്റിയും ഇവിടെ കിട്ടാനുള്ള നന്മയെ പറ്റിയും മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യൻ ജീവിതം ജീവിക്കുന്ന ആയിരിക്കരുത് നമ്മൾ എന്ന് ചുരുക്കം, അല്ലേ? അപ്പം അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കും. കർത്താവെ, ഈ സമയത്ത് നന്ദി പറയുന്ന കർത്താവ്, അങ്ങയുടെ നന്മയ്ക്കായിട്ട് നന്ദി പറയും. ഞങ്ങൾ തേടിയെത്തിയ സ്നേഹത്തോട് നന്ദി പറയുന്ന കർത്താവ്, ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട് നന്ദി പറയും. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. ഇന്നും ഞങ്ങളോട് സംസാരിക്കും എന്നുള്ളതായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ മകനെ പോലെ ആക്കി തീർക്കുന്നതിനായിട്ട് ഞങ്ങളെ ആക്കി തീർക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രേസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ ഗോഡ്. കൂടെയുള്ളതിനായിട്ട് നന്ദി പറയുന്നു. പ്രേസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് ഫിലിപ്പിയർക്ക് ലേഖനത്തിലേക്ക് പോകാം. എൻ്റെ 1 തൊട്ട് ഫിലിപ്പിയർക്ക് ലേഖനത്തിന്റെ 1 തൊട്ട് 16 വരെയുള്ള വാക്കുകൾ വായിക്കുക. ശരിക്കുമുള്ള എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് 12 തൊട്ട് 16 വരെയുള്ള വാക്കുകളാണ്. പക്ഷെ പെട്ടെന്നൊന്ന് 1 തൊട്ട് വായിക്കുക, പറഞ്ഞ് സംസാരിച്ച് പോകും. അപ്പം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, ഒടുവിൽ എന്ന് പറയുമ്പോൾ 2ാമത്തെ ചാപ്റ്ററിൽ നമ്മളോട് ദൈവം പറഞ്ഞു യേശുവിൽ കണ്ട ആ മനസ്സ് നമ്മളിലുണ്ടാകണം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞിരിക്കുക, നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ദേഷ്യം ഒന്നുമില്ലാതെ, കുറ്റം കണ്ടെത്താൻ ശ്രമിക്കാതെ, അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മൾ എല്ലാം പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അപ്പം അങ്ങനെയാകുമ്പോൾ ലോകത്തിന് വെളിച്ചമായിട്ട് നമ്മൾ തീരും എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ മക്കളെ ലോകത്തിന് വെളിച്ചമായി തീരും എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന് ശേഷം പറയുന്നുണ്ട്: ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിന് എപ്പോഴും. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, നിങ്ങൾക്കും അത് ഉറപ്പാകുന്നു. അപ്പോൾ കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ള ദൈവത്തിന്റെ ഒരു കമാൻഡ്മെന്റ് ആണ് ശരിക്കും നമ്മളോടുള്ളത്. 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ദൈവം അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്: റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു കമാൻഡ്മെന്റ് ആണ്, ഒരു സജഷൻ അല്ല. അത് നിങ്ങൾ സന്തോഷിച്ചാൽ കൊള്ളായിരുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സന്തോഷിക്കുന്ന വ്യക്തികളായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സകല സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം ദൈവത്തിന്റെ കയ്യിലേക്ക്, അല്ലെ, പ്രാർത്ഥനയോടുകൂടിയും സപ്ലിക്കേഷനോടുകൂടിയും നന്ദിയോടുകൂടി നമ്മൾ ദൈവത്തിന്റെ കയ്യിലേക്ക്, താങ്ക്സ് ഗിവിനോട് കൂടി ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക. ബേസിക്കലി ദൈവം പറയുന്നത് ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 2ാമത്തെ വാക്കോട്ട് പറയാം: നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പൊ ഇവിടെ ദൈവം പറയുക, നായ്ക്കൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള കാര്യത്തിലേക്ക് മനുഷ്യരെ തിരിച്ചു കൊണ്ടുപോകുന്നു, ജൂഡായിസത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ള ആ തിരിച്ച് എന്താ പറയുക, ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നുണ്ട്, ജെൻഡൈൽസിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാരെ തിരിച്ച് ജൂഡായിസത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള മനസ്സുമായിട്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. ആന്റിയോക്ക് ചർച്ചിലേക്കും എന്താ പറയുക, ജൂഡായിൽ നിന്ന്, അല്ലെ, ജെറുസലേമിലെ ചർച്ചിൽ നിന്ന് കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞിരുന്നു, ജാതികളുടെ ഇടയിൽ നിന്ന് വന്നിരിക്കുന്ന വിശ്വാസികൾ, ജെൻഡൽസിന്റെ ഇടയിൽ നിന്ന് വിശ്വാസികൾ, അവര് എന്താ പറയുക, പരിച്ഛേദനം ഏറ്റെങ്കിൽ മാത്രമേ ഉള്ളൂ അവര് ക്വാളിഫൈഡ് ആകുന്നുള്ള സാൽവേഷന് വേണ്ടി പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവർ ലോ ഫോളോ ചെയ്തതിന് ശേഷം ദൈവത്തിലേക്ക്, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ അങ്ങനെ അവർ രക്ഷപ്പെടും എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ അതിനായിട്ടല്ല യേശുക്രിസ്തു വന്നിരിക്കുന്നത്. യേശുക്രിസ്തു ആണ് എന്താ പറയുന്നത്, ലോയിന്റെ ഫുൾഫിൽമെന്റ്, അല്ലെ? അപ്പൊ നമ്മൾ തിരിച്ചിനി ലോയിലേക്ക് പോയിട്ട്, ന്യായപ്രമാണത്തിലേക്ക് പോയിട്ട് അത് പാലിച്ച ശേഷം പിന്നെ തിരിച്ച് യേശുവിലേക്ക് വരേണ്ട ഒരു കാര്യവുമില്ല. അപ്പൊ അങ്ങനെ ഇവിടെ വിച്ഛേദനക്കാരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് മ്യൂട്ടിലേഷൻ എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ പരിച്ഛേദനം, അല്ലെ, പരിച്ഛേദനം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ സൂക്ഷിക്കുക. പിന്നെ എന്താ, ആകാത്ത വേദന പറഞ്ഞ് ഈവിൾ വർക്ക് ചെയ്യുന്നവരെ, അല്ലെ, ദുഷ്ടന്മാരെ അങ്ങനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിരിക്കുകയും പരിച്ഛേദനയെ പറ്റി പറയാം. നാം ആണല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം
പോകുന്നില്ല. അപ്പൊ ദൈവത്തിനെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുകയും റിജോയ്സ് ചെയ്യുകയും ചെയ്ത് നമ്മുടെ ജഡത്തിനെ ആശ്രയിക്കാതിരിക്കുകയും ചെയ്ത് നമ്മളാണ് പരിശോധന ഏറ്റിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിന് പരിശോധന ഏറ്റിരിക്കുന്നു എന്ന് വിചാരിക്കല്ലേ. നമ്മുടെ ഹൃദയത്തിന് ശരിക്കുള്ള പരിശോധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെതാണ്. അത് നമ്മൾ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നു അല്ലെ. അപ്പോൾ നമ്മൾ ക്ലീൻ ആയിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് റൈച്ചസ്നെസ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നു. അപ്പൊ ആ റൈച്ചസ്നെസ്സിനുള്ള അടയാളമായിട്ടാണ് പരിശോധന വന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഹൃദയം പരിശോധന ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണെന്ന് പറയുക. പക്ഷെ 4ാമത്തെ വാക്കോട് പക്ഷെ എനിക്കും ജഡത്തിനും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്കും അധികമുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ജൂഡായിസത്തിലേക്ക് തിരിച്ചു പോകണം എന്നൊക്കെ പറയുന്ന ആൾക്കാര് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡത്തിന്റെ സ്വഭാവത്തിൽ അല്ലെ, ജഡത്തിന്റെ സ്വഭാവത്തിൽ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് പറയുന്നത് അല്ലെ. അപ്പൊ ജഡത്തിന്റെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ജഡത്തിന്റെ സ്വഭാവത്തിലുള്ളതായിരിക്കും അല്ലെ. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഓരോ ട്രഡീഷൻസും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു. ബൈബിളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത് മതത്തിൻ്റെതായ നമുക്കറിയാവുന്ന കാര്യം. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ ചർച്ചുകളിലും വിശ്വാസികളുടെ ഇടയിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ പറ്റി തന്നെയാണ് പറയുന്നത്. അപ്പൊ അതെല്ലാം ജഡത്തിന്റെ പരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതെല്ലാം ദൈവവുമായിട്ട് ശത്രുതയിലാണ് അല്ല. നമുക്കറിയാം റോമകത്തിലേക്ക് 8ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഹോളിസ്പിരിറ്റ് ഗോഡ് നമ്മുടെ ജഡം തമ്മിൽ ഒത്തൊരുമിച്ച് പോകത്തില്ല അല്ലെ. നമ്മുടെ ജഡത്തിന് ഹോളിസ്പിരിറ്റ് ഗോഡിനെ അനുസരിക്കാൻ സാധിക്കില്ല, ദൈവത്തെ അനുസരിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ഇവിടെ ഈ വിച്ഛേദനക്കാരൊക്കെ വന്നിട്ട് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജഡത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ പിന്നെ നടക്കണം, നിങ്ങൾ ലോയിലേക്ക് തിരിച്ചു പോകണം അല്ലെ. ലോ കൊടുത്തിരുന്ന ന്യായപ്രമാണം കൊടുത്തിരുന്ന ജഡപരമായിട്ടുള്ള ആൾക്കാർക്കാണ് കൊടുത്തിരുന്നത്. അത് ന്യായപ്രമാണം വഴി ഒരിക്കൽ പോലും ഒരാൾക്ക് നീതി കിട്ടത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് റൈച്ചസ് എത്തില്ലായിരുന്നു. നമ്മുടെ പാപത്തെ പറ്റിയുള്ള അറിവ് മാത്രമേ ന്യായപ്രമാണം കൊണ്ടുവരുന്നു. അതാണ് ദൈവം ഉദ്ദേശിച്ചത്. അപ്പൊ ദൈവം വേണം, നമുക്ക് ദൈവത്തിന്റെ ഹെൽപ്പില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വെക്കുക. അതുമാത്രമാണ് എന്താ പറയുക ഈ ലോ കൊണ്ട് ദൈവം ഉദ്ദേശിച്ചിരുന്നത്, അല്ല വേറൊന്നുമല്ല. അപ്പം ഇനി പോൾ പറയാം, അപ്പൊ ഇനി നിങ്ങൾ തിരിച്ച് ജഡത്തിന്റെ സ്വഭാവത്തിലേക്ക് പോകാനാണ്, അതിന്റെ നേട്ടങ്ങളിലേക്കാണ് പോകാൻ നിങ്ങൾ തീരുമാനിച്ചിരുന്നെങ്കിൽ അല്ലെ, ഞങ്ങൾ എന്താ പറയുക ന്യായപ്രമാണമൊക്കെ പാലിച്ച് ഞങ്ങൾ എല്ലാം ശരിയായിരിക്കുന്ന വ്യക്തികളാണ് എന്നുള്ള ഒരു ഗർവിലേക്കൊക്കെയാണ് തിരിച്ചു പോകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് എന്നാണ് പോൾ ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് പറയാം 4ാമത്തെ വാക്കോട്ട് പക്ഷെ എനിക്കും ജഡത്തിനും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്കും അധികം. 8ാം നാളിൽ പരിശോധനമേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ, എങ്കിലും എനിക്ക് ലാഭമായതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അപ്പൊ പറയാനാണെങ്കിൽ ഒരിക്കൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പാരമ്പര്യമുണ്ട്, ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഞാൻ ഗമാലിയലിന്റെ അടിയിലൊക്കെ പഠിച്ചവനാ, ഞാൻ സാൻഹെഡ്രിന്റെ മെമ്പറായിരുന്നു അല്ലെ, ഞാൻ പരീക്ഷനായിരുന്നു. അങ്ങനെ പലതും എനിക്ക് പറയാനുണ്ട് അല്ലെ, പറയാനുണ്ട്, കണ്ടമാനമുണ്ട്. പക്ഷെ അതെല്ലാം യേശുവിനെ ലാഭമായിരുന്നതെല്ലാം ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അപ്പൊ ഇനി 8ാമത്തെ വാക്കോട്ട് അത്രയുമല്ല എന്റെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. ഞാൻ കർത്താവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു, അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നു വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ചവർ എന്നെണ്ണുന്നു. അപ്പോ എനിക്ക് ദൈവത്തെ അറിയുന്നതിനു വേണ്ടി വെറുതെയുള്ള അറിവിനെ പറ്റി അല്ല പറഞ്ഞിരിക്കുന്നത്, പേഴ്സണൽ ആയിട്ടുള്ള അറിവിനെ പറ്റി, നമ്മളെ ദൈവം വിളിച്ചത് സ്വന്തം പുത്രനെ പോലെ ആയി തീരുന്നതിന് വേണ്ടിയാണെന്നുള്ള അറിവിനെ പറ്റി, വെറുതെ ക്രിസ്ത്യാനികളാക്കുന്നതിന് വേണ്ടി അല്ലെന്നും, വെറുതെ ഞായറാഴ്ച ചർച്ചിൽ പോകുന്ന വ്യക്തികൾ 4 പാട്ടുപാടിയും കൈകൊട്ടുകയും പിന്നെ ഗോസിപ്പും പറഞ്ഞ് നമുക്ക് തോന്നുന്ന രീതിയിൽ നടക്കുന്ന വ്യക്തികളാക്കുന്നതിന് വേണ്ടി അല്ലെന്നും, ദൈവത്തിന്റെ സ്വന്തം പുത്രനായിട്ടുള്ള യേശുക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുക എന്നുള്ളതാണ്, അവന്റെ സ്വരൂപത്തിലേക്ക് നമ്മൾ അനുരൂപപ്പെടുത്തുക എന്നുള്ളതാണ് പിതാവിന്റെ ഇഷ്ടം എന്നും മനസ്സിലാക്കിയിരിക്കുന്നപ്പോൾ അതിനായിട്ട് തന്നെ ഒരു ജീവിതം ജീവിച്ച ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് അവന്റെ പരിജ്ഞാനത്തിനു വേണ്ടി അല്ലെ, യേശുക്രിസ്തുവിനെ അറിയുന്നതിനു വേണ്ടി, യേശുക്രിസ്തുവിലായിരിക്കുന്നതിനു വേണ്ടി, അവന്റെ മരണത്തിൽ അനുരൂപപ്പെടുന്ന
രൂപാന്തരപ്പെടുന്നതിനു വേണ്ടി അല്ലെ, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, റിസറക്ഷൻ പവറിനെ, യേശുവിലുള്ള റിസറക്ഷൻ പവറിനെ പറ്റി അറിയുന്നതിനു വേണ്ടി അല്ലെ, എല്ലാത്തിനെയും ഞാൻ ചവറന്ന് എണ്ണുന്നു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പോൾ എന്തുകൊണ്ടാ ചവറന്ന് എണ്ണെന്ന് വെച്ച് കഴിഞ്ഞാല്, യേശുക്രിസ്തുവിനെ അറിയും തോറും നമ്മൾ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നു. അപ്പൊ അതാണ് നമ്മളുടെ വിളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അവനിലായിരിക്കുക, അവനിൽ ഹിഡൻ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കുക അല്ലെ, അവനെ പോലെ അവന്റെ സ്വരൂപത്തിലേക്ക് നമ്മൾ എന്താ പറയാ, കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും. ഒരു ഡിഗ്രി ഗ്ലോറിയിൽ നിന്ന് അടുത്ത ഡിഗ്രി ഗ്ലോറിക്ക് എന്താ പറയാ, ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന വ്യക്തികളായിരിക്കുക. നമുക്കറിയാം, എന്താ പറയുക, ഈ ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്റർ തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ഒരു വർക്ക് തുടങ്ങിയിരിക്കുന്ന പിതാവ് അല്ലെ, അത് യേശുക്രിസ്തുവിന്റെ വരവിൽ തീർക്കുന്നതിന് ജപ, യേശുക്രിസ്തുവിന്റെ വരവിൽ എന്തായി നമ്മൾ തീരും, അവനെ പോലെ ആയി തീരും അല്ലെ. 1-ാമത്തെ ജോണിന്റെ അകത്ത് നമ്മൾ പോകുമ്പോഴേക്ക് അതിന്റെ 3-ാമത്തെ ചാപ്റ്ററിന് 1 തൊട്ട് 3 വരെ വാക്കിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇന്നും നമ്മൾ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ മക്കളാണ്. പക്ഷെ യേശു വരുന്ന സമയത്ത് നമ്മൾ അവനെ പോലെ ആയിത്തീരും. അപ്പൊ നമ്മൾ അവനെ പോലെ ആയിത്തീരും, യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുക. അതാണ് പിതാവിന്റെ ആഗ്രഹം. അതിനായിട്ട് നമ്മൾ ജീവിക്കുന്ന വ്യക്തികളായി, അതിനായിട്ട് എനിക്ക് നേട്ടമാണെന്ന് തോന്നിയിരുന്ന കാര്യങ്ങൾ, നേരത്തെ എനിക്ക് നേട്ടമായി തോന്നിയിരുന്ന കാര്യങ്ങൾ സകലതിനെയും ഞാൻ എന്താ പറയണേ, ഒന്നുമല്ല, ഗാർബേജ് എന്ന് ഞാൻ കൗണ്ട് ചെയ്തു എന്നാണ് പോളിവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അത്രയുമല്ല, എന്റെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം അല്ലെ, പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം, അപ്പൊ അറിയുന്തോറും അല്ലെ, യേശുവിനെ അറിയുന്തോറും അല്ലെ, നമ്മൾ അവനെ പോലെ ആയിത്തീരുന്നു. മുല്ലപ്പൂമ്പടിയേറ്റ് കിടക്കും കല്ലിനോട് സൗരഭം എന്ന് പറഞ്ഞ പോലെ നമ്മൾ അവനെ അറിയുന്തോറും അല്ലെ, അവനിലേക്ക് അടുക്കും തോറും, അവന്റെ ഹൃദയത്തോട് അടുക്കും തോറും യേശുവിനെ പോലെ നമ്മൾ തീരുവാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ യേശുവിന്റെ അടുത്തേക്ക് അടുക്കുന്നതിന് വേണ്ടി അല്ലെ, യേശുവിനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. പിതാവ് നമ്മൾ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ് അല്ലെ. വെറുതെ അറിയുക എന്ന് പറയുമ്പോൾ, വെറുതെ നമ്മളെ എന്താ പറഞ്ഞ, ചർച്ചിൽ ക്രിസ്ത്യൻസിന്റെ ദൈവം അല്ലെ, 2 അന്യഭാഷ സംസാരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹീലിംഗ് നടക്കുക, അങ്ങനെയുള്ളതിനെ പറ്റിയല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ജോണിന്റെ 14:12 ദൈവം പറഞ്ഞിരിക്കുന്നത്, യേശു പറഞ്ഞിരിക്കുന്നത്, ഞാൻ പിതാവിന്റെ ഭാഗത്തേക്ക് പോവുകയാണ്, പിതാവിന്റെ പക്കത്തേക്ക് പോവുകയാണ്, അതുകൊണ്ട് എന്നിൽ വിശ്വസിക്കുകയോ ഞാൻ ചെയ്ത പോലത്തെ വർക്ക് അതിനേക്കാളും ഗ്രേറ്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല്, യേശു ചെയ്ത വർക്കും യേശുവിനെ പോലുള്ള ചെയ്തതിനേക്കാളും കൂടുതൽ വർക്ക് ചെയ്യണ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതിന് ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ എന്താ പറയണേ, ഹെൽപ്പോട് കൂടി നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരുന്നത്. അപ്പൊ അതാണ് യേശുവിനെ പോലെ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദൈവത്തിന്റെ ഹിതം അതാണ്. അപ്പൊ അറിയുക, യേശുവിനെ അറിയുന്ന വ്യക്തികളായിരിക്കുക. വെറുതെ നമ്മൾ അറിയുന്നതിനെ പറ്റി അല്ല പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മിക്കവാറും ആൾക്കാർക്ക് വെറുതെ എന്തെങ്കിലും അറിയാവുന്നവരാണ് അല്ലെ, യേശുവിനെ പറ്റി അറിയുന്നത്. വെറുതെ പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് അനുഗ്രഹം കൊടുക്കുന്ന വ്യക്തികൾ, ഒരു ദൈവം, അതിനെപ്പറ്റി ഒന്നും ആർക്കും തന്നെ അറിയത്തില്ല. ഈ ലോകത്ത് നല്ല കുറച്ച് ജീവിതം വേണം, കുറച്ച് പണം വേണം, കുറച്ച് കാർ വേണം, ഒരു നല്ല വീട് വേണം, പിള്ളേരുടെ കാര്യമൊക്കെ നോക്കണം. അപ്പൊ അതിനായിട്ട് മാത്രമായിട്ട് ഈ ക്രിസ്തീയ ജീവിതം ചുരുങ്ങി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. പക്ഷെ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള വിളിയെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുക, അവന്റെ സ്വരൂപത്തിലേക്ക് അനുരൂപപ്പെട്ടവരായിരിക്കും. അതിനെപ്പറ്റി സംസാരിക്കുകയോ അതിനായിട്ട് നമ്മൾ ഒരുക്കുകയോ ചെയ്യുന്ന വളരെ കുറച്ച് ചർച്ചകളേ ഉള്ളൂ ഇപ്പൊ എന്ന് ചുരുക്കം അല്ലെ. അത് പറഞ്ഞിരിക്കുക 9-ാമത്തെ വാക്ക് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടത് ന്യായപ്രമാണത്തിലുള്ള എന്റെ സ്വന്തം നീതിയല്ല, ന്യായപ്രമാണത്തിലുള്ള സ്വന്തം നീതിയല്ല, പക്ഷെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി ലഭിക്കേണ്ടതിനും അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്നു. അപ്പൊ അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, പോളിലൂടെ പറയുക, എനിക്ക് അവനെ പോലെ ആയി തീരണം അല്ലെ. അവൻ എത്രമാത്രം അനുഭവിച്ചു അതിനെപ്പറ്റി എനിക്കറിയണം. അവന്റെ മരണത്തിലും എനിക്ക് അതുപോലെ തന്നെ ആയിരിക്കും. എന്റെ ജീവിതത്തിൽ യേശുവിനെ പോലെ തന്നെയാണ്, എന്റെ മരണത്തിൽ യേശുവിനെ പോലെ തന്നെ ആയിരിക്കണം. അപ്പൊ അതാണ് പോളിന്റെ ആഗ്രഹം, യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളത് അല്ലെ. അപ്പൊ ഇനി 12-ാമത്തെ വാക്കോട് 12-16 വരെയുള്ള വാക്കുകൾ എനിക്ക് പറയാനുള്ളൂ ഇന്ന്. അതാണ് ഇന്നത്തെ എന്റെ ടോപ്പിക്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്,
ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്നും ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതും മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ വിളിയുടെ വിരുദ്ധനായ ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവർ ഒക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നേക്കും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കും. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം അനുസരിച്ച് തന്നെ നടക്കും. നമ്മൾ മുമ്പോട്ട് ഓടുന്നവർ ആയിരിക്കും, അല്ലെ? ഇങ്ങനെ പറഞ്ഞു, ലഭിച്ചു കഴിഞ്ഞു, ഞാൻ ആ പെർഫെക്ഷനിലേക്ക് എത്തിപ്പെട്ടു എന്നല്ല, അല്ല, ഞാൻ യേശുക്രിസ്തുവിനെ പോലെ ആയി തീർന്നു എന്നല്ല, അങ്ങനെയല്ല. അവന്റെ വരവിലാണ് ഞാൻ അവനെ പോലെ ആയിത്തീർന്നു. ഒന്നാമത്തെ ജോന്റെ 3-ാമത്തെ ചാപ്റ്ററിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ വരവിലാണ് നമ്മൾ അങ്ങനെ ആയിത്തീർന്നത്. അപ്പോൾ ഒരു ഡിഗ്രി ഗ്ലോറിയിൽ നിന്ന് അടുത്ത ഡിഗ്രി ഗ്ലോറിയിലേക്ക് നമ്മൾ എല്ലാ ദിവസവും ട്രാൻസ്ഫോം ചെയ്യപ്പെടുക ചെയ്യുന്നു. പിതാവിനാൽ നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി പിതാവ് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുമ്പോൾ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യപ്പെടുക ചെയ്യുന്നു. അപ്പൊ അങ്ങനെ പോളിവിടെ പറയും, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുയേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടവനായിരിക്കും. എന്തിനാണ്? എൻ്റെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുന്നതിന് വേണ്ടി, യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടി. അതാണ് ദൈവത്തിന്റെ വില്ല്, അല്ലെ? നമുക്കറിയാം, ഒന്നാമത്തെ ചാപ്റ്റർ യാക്കോബിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ടെംപ്ടേഷനിൽ അകപ്പെട്ടു പോകുന്ന അവര് ടെംപ്ടേഷനിൽ ആ ടെസ്റ്റിംഗ് കഴിയുമ്പോഴേക്കും ക്രൗൺ ഓഫ് ലൈഫ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ജീവന്റെ കിരീടം കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, പിന്നെ തിമോത്തിയോസിൽ ഇങ്ങനെ എഴുതിയിരിക്കുക, പോൾ പറയുക, അവസാനം, അല്ലെ, തനിക്കായിട്ട് കാത്തു വെച്ചിരിക്കുന്ന റൈച്ചസ്നെസ്, നീതിന്റെ കിരീടം കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നീതിന്റെ കിരീടവും അല്ലെ, പിന്നെ ജീവന്റെ കിരീടം എന്നെല്ലാം പറയുന്നത് എന്താ വെച്ച്, അതെല്ലാം ഫിറ്റാകുന്നത് ആർക്ക് വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇന്ന് ജഡത്തിന്റെ സ്വഭാവത്തിൽ നടക്കുക, സാധാരണക്കാരായിട്ട് ജഡത്തിന്റെ സ്വഭാവത്തിൽ യേശുവിനെ അറിയാതെ നടക്കുന്ന ക്രിസ്ത്യൻസിന് പറ്റുന്ന അതൊന്നും ഫിറ്റാകത്തില്ല, തലയിൽ ഫിറ്റാകത്തില്ല. അതെല്ലാം ഫിറ്റാകുന്ന ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, യേശുവിന്റെ DNA ഫോം ചെയ്തിരിക്കുന്ന, പുതുതായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി, നമ്മുടെ ഉള്ളില് ഫോം ചെയ്തിരിക്കുന്ന ആ വ്യക്തിക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അല്ലെ? യേശുവിനെ പോലെ ആയിത്തീരുന്ന വ്യക്തികൾക്ക് പറഞ്ഞിരിക്കുന്ന അതിന് അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ യേശു ഫോം ചെയ്തിരിക്കണം, അല്ലെ? നമ്മുടെ ജഡത്തിന്റെ സ്വഭാവമല്ല, യേശു ഫോം ചെയ്തിരിക്കണം. ആ പെർഫെക്ഷനിലേക്ക് കിട്ടണം, അല്ലെ? നമ്മൾ പെർഫെക്ഷനിലേക്ക് ആയിത്തീരണം. യേശു എന്ന പെർഫെക്ഷനിലേക്ക് നമ്മൾ എത്തിപ്പെടണം. ഇവിടെ പോൾ ഇതാ പറഞ്ഞു, ഞാൻ ലഭിച്ചു കഴിഞ്ഞു എന്നല്ല, തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിൽ പിടിക്കപ്പെട്ടിരിക്കുന്നുണ്ട്, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു എന്നെ വിളിച്ചിരിക്കുന്ന യേശുവിനെ പോലെ യേശുവിനെ പോലെ തന്നെ ആയിത്തീരുന്നതിന് വേണ്ടിയാണ്. അതിനായിട്ട് എന്നെ പിടിച്ചിരിക്കുന്ന യേശു. അതുപോലെ അതിനായിട്ട് തന്നെ ഞാനും ശ്രമിക്കുന്നു, അല്ലെ? യേശു എന്നെ പിടിച്ച എന്താണ്? യേശുവിന്റെ ഹിതം എന്താണോ അതിനായിട്ട് ആ ഹിതം എന്റെ ജീവിതത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഞാനും മുമ്പോട്ട് ഓടുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പോട് കൂടി. അതാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? 13-ാമത്തെ വാക്ക് പറയും, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, ഒന്നും ഞാൻ ചെയ്യുന്നു. എനിക്ക് പെർഫെക്ഷൻ കിട്ടി, ഞാൻ യേശുവിനെ പോലെ ആയിത്തീർന്നു എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ആയിത്തീർന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, അല്ലെ? എന്താ പറഞ്ഞിരിക്കുന്നത്? പിമ്പിലുള്ളത് മറന്നു മുമ്പിലേക്കുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അല്ലെ? തെറ്റുകളും കുറ്റങ്ങളും വന്നു പോയിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെ? നേട്ടങ്ങളും എന്താ പറയുക, ഒരുപാട് വിജയങ്ങൾ ലോകത്തുണ്ടായത്, അതിനെ എല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട് അവന്റെ പരിജ്ഞാനത്തിന് ശ്രേഷ്ഠതയ്ക്കായിട്ട്, അവന്റെ പരിജ്ഞാനത്തിന് ശ്രേഷ്ഠത കാരണം അവനെ പോലെ ആയിത്തീരണമെന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ മുമ്പിലേക്ക് ഓടുന്നു. പഴയതിനെ എല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട്, അല്ലെ? തെറ്റുകളും കുറ്റങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ദൈവം മറന്നു കളഞ്ഞതാണ്. ദൈവം നമ്മള് ദൈവത്തോട് ക്ഷമ ചോദിച്ച സമയത്ത് ദൈവം നമുക്ക് ക്ഷമ തന്നാണ്, അത് മറന്നു കളഞ്ഞതാണ്, അല്ലെ? ഈ ലോകത്തിലെ നേട്ടങ്ങൾ മൊത്തം വേണ്ടെന്ന് വെച്ചുകൊണ്ട് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ഓടുക. അപ്പൊ നമുക്കറിയാം, എബ്രായ കത്തിലേക്ക് 12-ാമത്തെ ചാപ്റ്റർ അത് തന്നെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ മുമ്പിൽ പോയിരിക്കുന്ന ഒരു ഗ്രേറ്റ് ക്ലൗഡ് ഓഫ് വിറ്റ്നസ് നമ്മുടെ മുമ്പിലുണ്ട്, അല്ലെ? സാക്ഷികളുടെ വലിയൊരു നിര തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അവര് ഫിനിഷാക്കി അവരെ ഓട്ടം. അപ്പൊ നമ്മളുടെ ഓട്ടം ഫിനിഷായിരിക്കുന്ന യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ഈ ഓട്ടം നമുക്ക് തയ്ക്കാം. നമ്മളെ ഒന്നിനും തന്നെ പിടിച്ചു നിർത്താൻ സാധിക്കരുത്. ഒരു കാര്യം നമ്മളെ പുറകിലേക്ക് വലിക്കുന്ന ഒരു പാപം
ദൈവികമായിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് ആയിട്ട് ഒന്നും തന്നെ ഉണ്ടാകരുത് നമ്മുടെ ജീവിതത്തിൽ, അല്ലെ? അതിനെയെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് നമുക്ക് ഓടാം യേശുവിനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടി. അതിനെപ്പറ്റിയാ പറഞ്ഞത്. എന്റെ ഓട്ടം തികഞ്ഞിട്ടില്ല, അതാ പോള് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഈ ജീവിതം എനിക്കുള്ളത് എന്റെ ഓട്ടം തികയ്ക്കുന്നതിന് വേണ്ടിയാണ്. 20ാമത്തെ ചാപ്റ്റർ അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്റെ ജീവിതം എന്ന് പറയുമ്പോൾ അതെനിക്ക് വലിയൊരു കാര്യമൊന്നുമില്ല, ഒരു വലിയ ഡിയർ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല, അല്ലെ? ഹോളി സ്പിരിറ്റ് ഗോഡ് പറഞ്ഞു, എന്താ പറയാ, പോളിനോട് നീ ജെറുസലമിലേക്ക് പോകുന്നു പറഞ്ഞു. പക്ഷെ അതിന്റെ ഓരോ സിറ്റിയിലും വെച്ച്, ഓരോ സ്ഥലത്തും വെച്ച് നിനക്ക് പ്രോസിക്യൂഷൻ ഉണ്ട്. അപ്പൊ പോളിനോട് പലരും പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞു, അല്ലെ? പക്ഷെ എന്നാലും പോള് പറയും അതൊന്നും എനിക്ക് കാര്യമല്ല എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ജീവിതം ഒന്നും വലിയ ഡിയർ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എനിക്ക്. പക്ഷെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എനിക്ക് തേക്കണം, എന്റെ മുമ്പിൽ വെച്ചത് മിനിസ്ട്രി എനിക്ക് തേക്കണം. അപ്പൊ അതായിരുന്നു പോളിന് എങ്ങനെയെങ്കിലും യേശുവിനെ കാണണം, യേശുവിലായിരിക്കണം, യേശുവിൽ യേശുവിൽ ആയിരിക്കുന്ന വ്യക്തിയായി യേശുവിനെ അറിയണം, യേശുവിനെ പോലെ ആയിത്തീരണം. അത് മാത്രമായിരുന്നു പോളിന്റെ ആഗ്രഹം. അപ്പൊ അതിനെപ്പറ്റി അങ്ങനെ നമ്മളായിരിക്കണം എന്ന് പറഞ്ഞേക്കുന്നത്. ഇവിടെ പറയുക, നമ്മിൽ തികഞ്ഞവർ ഒക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മച്ചുവർ ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ ചിന്തിച്ചു കൊടുക്കുക. വല്ലതും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ച ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കും. അപ്പൊ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം അനുസരിച്ച് നടക്കുന്ന വ്യക്തികളായിരിക്കുക എന്ന് പറയുമായിരിക്കും. പിന്നെ 18ാമത്തെ വാക്കുകൊണ്ട് ഒന്ന് പറയുന്നുണ്ട്, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേക ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവരുടെ അവസാനം ഇപ്പൊ ഇവിടെ പോൾ ഇങ്ങനെ പറയുക, പലരും യേശുവിന്റെ ക്രൂശിന് ശത്രുക്കളായിട്ട് നടക്കുന്ന വ്യക്തികളുണ്ട്, അല്ലെ? ജഡത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ജീവിച്ചുകൊണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ വായിച്ച പോലെ വിച്ഛേദനക്കാരെ പോലെയുള്ളവർ, അല്ലെ, ജൂഡാസത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആൾക്കാർ. ഇനി അതിനൊക്കെ അതുപോലെ തന്നെ വേറെ കുറെ ആൾക്കാർ തങ്ങളുടെ കാര്യനേട്ടത്തിന് വേണ്ടി, ഇന്നും ഒക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ആൾക്കാർ, അല്ലെ? കാര്യനേട്ടത്തിന് വേണ്ടി ജീവിക്കുന്ന വളരെയധികം ആൾക്കാർ, യേശു ക്രിസ്തുവിനെ കച്ചവടച്ചരക്കായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെ? ചർച്ച് മിനിസ്ട്രി കച്ചവടമാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, തങ്ങൾക്ക് പണമുണ്ടാക്കുന്നതിന് വേണ്ടി വേണ്ടി വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്, അല്ലെ? ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പലപ്പോഴും നിങ്ങൾ 18ാമത്തെ വാക്ക് പറയുക 18-19, ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശമാണ്. അവരുടെ ദൈവം ലജ്ജയായതിനാൽ അവർക്ക് മാനം തോന്നുന്നു. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മളുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്ന്, അവിടെ നിന്ന് കർത്താവ് യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്മയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവർക്ക് അവരുടെ വയറാണ് അവരുടെ ദൈവം, ലജ്ജയിൽ അവർക്ക് മാനം തോന്നുന്നു, അവര് ഈ ഭൂമിയിലുള്ളതിനെ പറ്റി ചിന്തിക്കുന്നു, തങ്ങളുടെ നേട്ടത്തിന് മാത്രം വരുന്നു. അപ്പൊ അവരുടെ അവസാനം എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നാശത്തിലായിരിക്കും. പക്ഷെ പോൾ ഇവിടെ പറയുക, നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കരുത്. നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്, അല്ലെ? യേശുവിനെ പോലെ ആയി തീരുവെന്നുള്ളൂ. അതിനായിട്ട് നമ്മൾ, അല്ലെ, മുമ്പിലേക്ക് നമുക്ക് ഓടാം. ഒന്നും തന്നെ നമ്മളെ എന്താ പറയാ സ്ലോ ഡൗൺ ചെയ്യാൻ ഇടവരുത്താതിരിക്കട്ടെ എന്നാണ് പോൾ പറയുന്നത്. അപ്പൊ അത് തന്നെയായിരിക്കട്ടെ നമ്മുടെ ജീവിതം, അല്ലെ? ഒന്നിനും തന്നെ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യാനുള്ള ഇടവരുത്തരുത്. ഒരു പാപമോ ഒരു വെയിറ്റോ ഒരു നേട്ടങ്ങളോ ലോകത്തുണ്ടെന്നോ നേട്ടങ്ങളോ നമ്മൾ പഠിച്ചപ്പോ ചെയ്തിരുന്ന പാവങ്ങളോ ഒന്നും തന്നെ നമ്മളെ സ്ലോ ഡൗൺ ചെയ്യാനുള്ള ഇടവരുത്താതിരിക്കട്ടെ. എല്ലാം യേശുവിനെ കിട്ടുന്നതിനോട് എല്ലാത്തിനെയും ഗാർബേജ് എണ്ണിക്കൊണ്ട് സകലത്തിനെയും മറന്നുകൊണ്ട് നമുക്ക് ഓടുന്ന വ്യക്തികളായിരിക്കാം. എന്ന് വെച്ചാൽ ദൈവത്തിലെ നോക്കി, യേശു ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് ജീവൻ ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം. നമ്മളെ തന്നെ യേശുവിന്റെ വചനം അനുസരിച്ച്, അല്ലെ, യേശുവിന്റെ വചനവുമായിട്ട് നമ്മളെ തന്നെ അലൈൻ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ യേശുവിന്റെ വചനം അനുസരിച്ച്, അല്ലെ, തിട്ടപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന വ്യക്തികളായിരിക്കുക. കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ജീവിതമുണ്ട്, പക്ഷെ കിട്ടാനാണ് യേശു ക്രിസ്തുവിനെ പോലെയുള്ള ഒരു ജീവിതമാണ് കിട്ടാനുള്ളത്. യേശുവിനെ പോലെ ആയിത്തീരുക. അവൻ എങ്ങനെയാണ് ഈ ലോകത്ത് റിസറക്റ്റഡ് ആയിട്ടുള്ള രാജാവിനെ പറ്റി പറയുന്നത്, അല്ലാതെ എന്താ പറയാ നസ്രായക്കാരനെ യേശുവിനെ പോലെ നമ്മളെ ആക്കി തീർക്കുക എന്നുള്ളതല്ല പിതാവിന്റെ ലക്ഷ്യം. എന്ന് വെച്ചാൽ നസ്രായക്കാരനെ യേശു മോശപ്പെട്ട എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നസ്രയനായക്കാരനായ യേശു പിതാവിന്റെ ഗ്ലോറിന്റെ മഹിമയുടെ ഒരു കുറഞ്ഞ വേർഷൻ ആയിരുന്നു. മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് വന്നതാ.
റിസറക്റ്റഡ് ആയിട്ടുള്ള യേശു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഗ്ലോറിയുടെ മാക്സിമം ആണ് അല്ലെ. അപ്പോൾ അങ്ങനെ ആ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള യേശുവിനെ പോലെ നമ്മളാക്കി തീർക്കുക എന്നുള്ളതാണ് പിതാവിന്റെ ആഗ്രഹം. അപ്പം അതാണ് ദൈവത്തിന്റെ ഹിതമെങ്കിൽ അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം എന്നാണ് പോള് പറഞ്ഞത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ നമ്മൾ അല്ലെ. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, ഒരു ചർച്ചിന്റെ ട്രഡീഷൻസോ ഒന്നും തന്നെ ഭൗമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജഡത്തിൻ സ്വഭാവം ഒന്നും തന്നെ നമ്മളെ എന്താ പറയുക ബന്ധനത്തിലാക്കാതിരിക്കട്ടെ അല്ലെ. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ സ്ലോ ഡൗൺ ചെയ്യാതിരിക്കട്ടെ. ഒന്നും തന്നെ ഈ ലോകത്തിലേക്ക് തന്നെ നമ്മളെ നിറച്ചിടാതിരിക്കട്ടെ. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയത്ത് നന്ദി പറയുന്നു. അങ്ങനെ പോലെ ആക്കി തീർക്കും ഞങ്ങളെ, അതാണല്ലോ അങ്ങയുടെ ഹിതം. അതിനായിട്ട് ഞങ്ങള് ഗ്രോ ചെയ്യിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശു നാമത്തെ ഹല്ലേലൂയ. അപ്പൊ ഞങ്ങള് അങ്ങയുടെ ഹിതവുമായിട്ട് ഞങ്ങളെ തന്നെ അലൈൻ ചെയ്യിക്കട്ടെ കർത്താവ്. യേശു നാമത്തിന്റെ കർത്താവ് ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. യേശുവുമായിട്ട് ഞങ്ങൾ സ്നേഹത്തിലായി തീരട്ടെ, യേശുവിനെ പോലെ ആയി തീരട്ടെ കർത്താവ്. അതിനായിട്ടുള്ളൊരു ഹങ്കർ ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശു നാമത്തിന് ആമേൻ. ഇത് കേട്ട നന്ദി. ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.